students, welcome back to our channel. മൂന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ EVS ആണ് ഓണം എക്സാം. അപ്പോൾ അതിന്റെ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കാം. ഓക്കേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? ആക്ടിവിറ്റി 1 പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് പാർട്സ്. അപ്പോൾ പ്ലാന്റ്സ് പിന്നെ അവയുടെ പാർട്സും ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് എന്നത്. ഓക്കേ. Students visited biodiversity garden after summer vacation. അപ്പോൾ എന്താണ് summer vacationന് ശേഷം സ്റ്റുഡൻസ് ഒക്കെ പോയിട്ട് biodiversity garden visit ചെയ്തു. They were amazed to see the new plants. അപ്പോൾ എന്താണ് പുതിയ plants ഒക്കെ കണ്ടപ്പോൾ അവരാകെ അത്ഭുതപ്പെട്ടു. Pea, hibiscus, mango tree, bryophyllum, curry leaves, jasmine, കടപ്ലാവ്, coconut tree, rose, etc. are the new plants. അപ്പോൾ കുറേ പുതിയ പ്ലാന്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്. From which parts of the plant have the new plants sprouted out? അപ്പോൾ ഇതിൽ ഏത് പാർട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുക എന്നാണ് നമ്മൾ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എന്താ സീഡിന്റെ അടിയിൽ വരുന്നത് ആരൊക്കെയാണ്? സീഡ് കുഴിച്ചിട്ടുണ്ടാവുന്നതാണ് കോക്കനട്ട് ട്രീ, പംകിൻ, മാംഗോ, കടപ്ലാവ്. ഓക്കെ. ഇനി സ്റ്റെമ്മിൽ നിന്ന് പുതിയത് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? ജാസ്മിൻ, ചെത്തി, ഹിബിസ്കസ്, റോസ്. ഇനി നെക്സ്റ്റ് എന്താ? ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ. നെക്സ്റ്റ് റൂട്ടിൽ നിന്ന് അവർ തന്നിട്ടുണ്ട്. ദെൻ റൂട്ടിൽ നിന്ന് എന്താണ്? റൂട്ടിൽ നിന്ന് കറി ലീവ്സ് ആണ്. ദെൻ ലീഫിൽ നിന്നാണെങ്കിലോ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, നിശാഗന്ധി, ഇളമുളച്ചി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. മാർക്ക് ട്രൂ ഓർ ഫോൾസ് അഗെയിൻസ്റ്റ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ ഓർ ഫോൾസ് ഇടാനാണ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് വായിച്ചു നോക്കാം. എന്താണ് ആദ്യത്തെ സെന്റൻസ്? ഓൾ സീഡ്സ് ടേക്സ് ഈക്വൽ ടൈം സ്പാൻ ഓഫ് സ്പ്രോട്ടിങ്. അപ്പൊ എല്ലാ സീഡ്സിനും അത് സ്പ്രൗട്ട് ചെയ്യാൻ, അത് മുളയ്ക്കാൻ ഒരേ സമയമാണ് എടുക്കുക. അപ്പൊ അതെന്താണ്? അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാത്തിനും ഒരേ സമയമാണോ? അല്ല, ഓരോന്നിനും വ്യത്യസ്ത സമയങ്ങളാണ്. Plants grow well in place where there is more sunlight. അപ്പൊ എന്താണ്? കുറെ സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് പ്ലാന്റ്സ് നന്നായി വളരും. അപ്പൊ അതെന്താ? അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ട്രൂ കൊടുത്തു. നെക്സ്റ്റ് ലീവ് സ്പ്രൗട്ട് ഫസ്റ്റ് വെൻ ദ സീഡ് ജെർമിനേറ്റ്. സീഡ് ജെർമിനേറ്റ് ആവുമ്പോഴാണ് ലീഫ് സ്പ്രൗട്ട് ആവുക. അതെന്താണ്? അത് തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ തെറ്റ് കൊടുത്തു. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഓൾ പ്ലാന്റ്സ് ആർ നോട്ട് സെയിം. എല്ലാ പ്ലാന്റ്സിന്റെയും ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സെയിം അല്ല. സെയിം ആണോ? അല്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അതിൽ സി ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. മൈ ഫ്രണ്ട് ഇൻ 3rd സ്റ്റാൻഡേർഡ് were doing an experiment on the germination of pea seed. അപ്പൊ എൻ്റെ ഫ്രണ്ട് എന്താണ്? ഒരു സീഡ് കുഴിച്ചിട്ട്, അതായത് പയറിന്റെ വിത്ത് കുഴിച്ചിട്ട് അത് മുളക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. What would they have seen first when the pea seed placed nearest to the side of the glass began to germinate? അപ്പൊ എന്തായിരിക്കും ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക? ലീഫ് germinated from the seed. pea seedൽ നിന്നും leaves germinate ചെയ്തു. Sprout comes out from the pea seed. Sprout അതിൽ നിന്ന് വന്നു. The stem germinated from the pea seed. Stem germinate ചെയ്തു. Fruits came out from the seed. സീഡിൽ നിന്ന് ഫ്രൂട്ട്സ് വന്നു. അപ്പൊ ഇതിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് എന്താണ്? സ്പ്രൗട്ട് വന്നു അല്ലെ. സ്പ്രൗട്ട് came out from the pea seed. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2ൽ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ എ ഉത്തരം എഴുതുക, അല്ലെങ്കിൽ ബി ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ അതൊക്കെ ടീച്ചർ കൃത്യമായിട്ട് എക്സാമിന്റെ സമയത്ത് പറഞ്ഞു തരും. ഓക്കെ. ഇപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് നോക്കി നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 days at different areas in Karulai Panchayat. A table showing the amount of rainfall in each area is given below. അപ്പോൾ 4
ദിവസമായിട്ട് എന്താണ് കരുളായി പഞ്ചായത്തിൽ നല്ല മഴയാണ്. അപ്പൊ അവിടുത്തെ റെയിൻഫോൾ കാണിക്കുന്ന ഒരു ടേബിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഭൂമികുത്ത്, വലമ്പുരം, പിന്നെന്താണ് മരുതങ്കാട്, മുല്ലപ്പള്ളി, അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ 24-ാം തീയതി എത്ര മഴ പെയ്തു, 25-ാം തീയതി, 26-ാം തീയതി, 27-ാം തീയതി ഒക്കെ എത്ര മഴ പെയ്തൊന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിന്റെ അടിയിൽ എന്താ, അനലൈസ് ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വിച്ച് ഏരിയ റിസീവ് മോർ റെയിൻഫോൾ? ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടിയിട്ടുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതലാണ് which area received more rainfall. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇത് കൂട്ടി നോക്കിയാൽ മതി അല്ലേ. 5 + 4 + 2 കൂട്ടുക. 5 + 4 9, 9 + 2 എത്ര? 11 കിട്ടി. ഇവിടെ ആണെങ്കിലോ 10 × 8 18, 18 കഴിഞ്ഞാൽ 19, 20, 21, 22, 23, 24. ഇവിടെ 24 സെന്റിമീറ്റർ ആണ്. ഇവിടെയാണെങ്കിൽ 7 × 3 = 10, 15, 19. ഇവിടെയാണെങ്കിൽ എത്ര? 5 × 3 = 12, 12, 13, 14, 15, 16, 17. അപ്പൊ നമുക്ക് കിട്ടി എവിടെയാണ് ഏറ്റവും കൂടുതൽ? വലമ്പുരം എന്ന സ്ഥലത്താണ് കൂടുതൽ മഴ കിട്ടിയിട്ടുള്ളത്. വിച്ച് ഏരിയ റിസീവ് ലെസ് റെയിൻഫോൾ? ഏറ്റവും കുറവ് റെയിൻഫോൾ എവിടെയാണ്? ഭൂമിക്കുത്ത്. ഇനി വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻ ഓൺ ജൂൺ 25th? ജൂൺ 25th ഏറ്റവും കൂടുതൽ റെയിൻ കിട്ടിയിട്ടുള്ളതാണ്. ഇതാണ് ജൂൺ 25th. ഈ ജൂൺ 25th ഏറ്റവും കൂടുതൽ റെയിൻ കിട്ടിയിട്ടുള്ളത് എവിടെയാണ്? 7 ആണ്. അത് ഏത് സ്ഥലമാണ് വരുന്നത്? മരുതങ്കാടാണ്. അപ്പൊ നമ്മൾ അത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? റെയിൻ ഗാജ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദ റെയിൻഫോൾ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റെക്കോർഡഡ് ഇൻ റെയിൻ ഗാജ് വിൽ ബി ദ സെയിം എവറി ഡേ. അപ്പൊ എന്താണ് റെയിൻ ഗാജ് എന്ന് പറയുന്നത്? റെയിൻഫോൾ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റെക്കോർഡഡ് ഇൻ റെയിൻ ഗാജ് വിൽ ബി ദ സെയിം എവറി ഡേ. അപ്പോൾ ഈ റെയിൻ ഗാജിൽ നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള റെയിൻഫോൾ എല്ലാ ദിവസവും സെയിം ആയിരിക്കും. ആണോ? അപ്പൊ നമുക്ക് നോക്കിയേക്കാം. ഓൺലി ദ ഫസ്റ്റ് വൺ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? ആകെ കൂടി ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ് ഉള്ളൂ, ബാക്കി ഇത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നോട്ട് ഡൗൺ ദ ഫിഗർ ഇൻ ദ റെയിൻ ഗാജ് സ്കെയിൽ. അപ്പൊ ആ സ്കെയിൽ ഒന്ന് നോക്കുക. ഓക്കെ, ഇനി നമുക്കതിലെ ബി ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു എ അല്ലെങ്കിൽ ബി ചെയ്താൽ മതി. നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എ ഹോഴ്സ് ആൻഡ് എ ഡക്ക് ആർ ഡിബേറ്റിംഗ് അബൌട്ട് ദെയർ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് മൂവ്മെന്റ്സ്. വാട്ട് വുഡ് ഹാവ് ബീൻ ദെയർ ആർഗ്യുമെന്റ്സ്? അപ്പോൾ ഒരു ഡക്കും ഒരു ഹോഴ്സും കൂടിയിട്ട് അവരുടെ ബോഡി ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഹോഴ്സ് പറഞ്ഞിട്ടുണ്ടാവുക? ക്യാൻ റൺ, എനിക്ക് ഓടാൻ പറ്റും. ലാർജ് ബോഡി, ലോങ് ലെഗ്സ്, tail, galloping. അങ്ങനെയാണെങ്കിൽ ഡക്കിനൊക്കെ എന്തൊക്കെ എഴുതാം? ഇത് തന്നെ എഴുതണമെന്നില്ല, ഡക്കിന്റെ ഫീച്ചേഴ്സ് ആയാൽ മതി. ഹാവ് വിങ്സ് ഉണ്ട്, സ്മോൾ ബോഡിയാണ്, വെബ്ഡ് ഫീറ്റ് ഉണ്ട്, ബീക്ക് ഉണ്ട്, ഫെതേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. സം ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് കാർഡ്സ് having pictures of different animal body parts which they have to put in pocket chart. Draw lines to combine the cards with the correct pocket. അപ്പോൾ എന്താണ്? അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കാർണിവോറസും ഹെർബിവോറസും. അപ്പോൾ ആദ്യത്തേത് എന്താ? ഇത് ആരുടെ ലെഗാണ്? ഹെർബിവോറസിന്റെ ആണ്. രണ്ടാമത്തേതോ ഇത് ഏത് കാറ്റഗറി പെട്ടതാണ്? കാർണിവോറസ്. മൂന്നാമത്തേത് പശു ഹെർബിവോറസ്. എന്താ? വൾച്ചർ കാർണിവോറസ്. ഇതെന്താ? ടൈഗറിന്റെ നെഗാണെന്ന് തോന്നുന്നു, അതും കാർണിവോറസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സെലക്ട് ദ കറക്റ്റ് വൺ. കറക്റ്റ് വൺ സെലക്ട് ചെയ്യാനാണ്. എഗ്, പ്യൂപ്പ, ബട്ടർഫ്ലൈ, ലാർവ. പ്യൂപ്പ, എഗ്, ലാർവ, ബട്ടർഫ്ലൈ. ലാർവ, എഗ്, പ്യൂപ്പ, ബട്ടർഫ്ലൈ. എഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എഗ്, ലാർവ, പ്യൂപ്പ ആൻഡ് ബട്ടർഫ്ലൈ. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് എന്നാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര്. വിനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ആൻ ആൽബം ബൈ കളക്ടിങ് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ്. അപ്പൊ പലതരത്തിലുള്ള ആനിമൽസിന്റെ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് വിനുവിന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ആൽബം പ്രിപ്പയർ ചെയ്യാണ്. Put a circle around the domesticated animals. Help them to write the name of each animals and arrange them in the given table. Animals that are raised at home. ഹോമിലുള്ള ആനിമൽസും are not raised at home. അപ്പോൾ ഹോമിലില്ലാത്ത ആനിമൽസും. അപ്പോൾ ഹോമിലുള്ള ആനിമൽസിന്റെ നേരെ റൗണ്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹോമിലുള്ള ആനിമൽസ് ഏതൊക്കെയാണ്? കാറ്റ് എന്താണ്? ഹോമിലുള്ള ആനിമൽസ് ആണ്. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഡോഗും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ ആണ്. അപ്പൊ അതിന് നേരെ നമ്മൾ എന്ത് ചെയ്തു? വട്ടം വരച്ചു. ഇനി ആരാ? ഹെന്ന്. ഹെന്ന് എന്താണ്? ഹെന്ന് വീട്ടിലുള്ള ആനിമൽ ആണ്. അപ്പൊ അതിന് നേരെ നമ്മൾ വട്ടം വരച്ചു. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നമുക്ക് ഗോട്ട് നോക്കാം. ഗോട്ടും നമ്മൾ വീട്ടിലുള്ള ആനിമൽ ആണ്. അപ്പൊ അതിന് നേരെ നമ്മൾ വട്ടം വരച്ചു. ഇനി ആരാ? ഇനി കൗ. അപ്പൊ അത് നമ്മൾ എന്താക്കി? വട്ടത്തിന്റെ ഉള്ളിലാക്കി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അത് അടിയിലെടുത്ത് എഴുതുകയും വേണം. ആനിമൽസ് ദാറ്റ് ആർ റേസ്ഡ് അറ്റ് ഹോം. ഹോമിലുള്ളത് ഏതൊക്കെയാണ്? കാറ്റ്, ഡോഗ്, ഹെന്ന്, ഗോട്ട്, കൗ, ഡക്ക്. ഇനി ആനിമൽസ് ദാറ്റ് ആർ നോട്ട് റേസ്ഡ് അറ്റ് ഹോം. ഹോമിലല്ലാത്തത് എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഹോമിലല്ലാത്തത് ലിസാർഡ്, ആൻഡ്, ക്രോ, ഫ്രോഗ്, എലഫന്റ് ഒക്കെ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് എഴുതി? ഹോമിലല്ലാത്തതിൽ നമ്മൾ കൊണ്ടെഴുതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. There are many creatures living around us. അപ്പൊ എന്താണ്? നമ്മുടെ ചുറ്റും ഒരുപാട് ക്രിയേച്ചേഴ്സ് ജീവിക്കുന്നുണ്ട്. ഇഫ് ദേ ആർ അറേഞ്ച്ഡ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് സൈസ്. അപ്പൊ സൈസിന്റെ ഓർഡറിൽ നമ്മൾ ചെറുതിൽ നിന്ന് വലുതേക്കാക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഗിവൺ ഓപ്ഷൻസ് ഇസ് ഇൻ കറക്റ്റ് ഓർഡർ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ സൈസിന്റെ ഓർഡറിൽ ചെറുതിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് വലുതിലേക്കാക്കുമ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓർഡറിൽ വരിക? യു ക്യാൻ പുട്ട് ടിക്ക് മാർക്ക് ഓർ റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ ടിക്ക് മാർക്ക് ഇടുക, എന്നിട്ട് അത് താഴെ എടുത്ത് എഴുതുക. അപ്പൊ എന്താണ്? ലിസാർഡ്, കൗ, ഹെന്ന്, ആൻഡ്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ലിസാർഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി നാലാമത്തെ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ആൻഡ്, ഉറുമ്പാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി ഉറുമ്പിന്റെ നമ്പർ. ഇനി പിന്നെ ഏതാ ഏറ്റവും ചെറുത്? നോക്കൂ, ഹെന്നാണോ, കൗ ആണോ, ലിസാർഡ് ആണോ? പിന്നെ പല്ലി, ലിസാർഡ് ആണ് പിന്നെ ചെറുത്. അപ്പൊ നമ്മൾ അത് എഴുതി. അപ്പൊ ഇത് നമ്മൾ വെട്ടി, ഇത് നമ്മൾ വെട്ടി. ഇനി കൗവും ഹെന്നും, പശുവും കോഴിയും. പിന്നെ ചെറുത് ഏതാണ്? പശു ആണോ, കോഴിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ നമ്പർ അടുത്ത് എഴുതി. ലാസ്റ്റ് വൺ ഇനി ആരാണ് ബാക്കിയുള്ളത്? കൗ ആണ്. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോറി. ഓക്കെ, അപ്പൊ ഇനി റൈറ്റ് ദ നെയിം ഓഫ് എനി ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈസ് സീൻ ഇൻ ദ സോയിൽ. സോയിലിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്രിയേച്ചറിന്റെ പേര് എഴുതാൽ മതി. നമ്മളിവിടെ എഴുതിയത് ഏതാ? എർത്ത് വർം. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കി വെക്കാം. വൈ ഡു ദേ ഹാവ് ഡിഫറെന്റ് പാർട്സ്? എന്തുകൊണ്ടാണ് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ്? വി കാൻ സീ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്, ദെൻ വാട്ട് ആർ ദേ ഫോർ? അപ്പൊ എന്താണ്? ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, നമുക്ക് പ്ലാന്റ്സിന്റെ റൂട്ട്സ് കാണാൻ പറ്റില്ലല്ലോ, വാട്ട് ആർ ദേ ഫോർ? പിന്നെ എന്തിനാണ് അവ എന്ന് ചോദിക്കുകയാണ്. ദെൻ ബോയ് എന്താ പറയുന്നത്? റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. സോയിലില് പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? റൂട്ട്സ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ വേരിയസ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ഫങ്ഷൻസ്. അപ്പോൾ പ്ലാന്റ്സിന്റെ പല ഭാഗങ്ങൾ കണ്ടുപിടിക്കുക, then അവയുടെ ഫങ്ഷനും എഴുതുക. അപ്പൊ ആദ്യത്തേത് ഇതെന്താണ്? ഇതാണ് ലീവ്സ്. അപ്പൊ നമ്മൾ ലീവ്സ് എന്ന് എഴുതി. അതിന്റെ ഫംഗ്ഷൻ എന്താ? പ്രിപ്പയർ ദ ഫുഡ് ആൻഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇതെന്ത് ഭാഗമാണ്?
ഇതാണ് സ്റ്റെം എന്ത് ചെയ്യുന്നു, ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ലീവ്സ്. അപ്പോൾ എന്താണ് അതിനാവശ്യമായിട്ട് നമ്മുടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ റൂട്ട് വഴി അബ്സോർബ് ചെയ്തത് പല ഭാഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇനി റൂട്ട് ഈ സാധനങ്ങൾ ഈ സാധനങ്ങളാണ് നമ്മുടെ റൂട്ട്. ഇതെന്താ, ഫിക്സസ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. ഇതാണ് പ്ലാന്റിനെ സോയിലിൽ നിർത്തുന്നത്. അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ്സ് ഫ്രം ദ soil. Okay, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്സ് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്ലാന്റ്സ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്? ഗിവ് ഷെയ്ഡ്സ് ടു ക്രിയേച്ചേഴ്സിനൊക്കെ ഒരു തണൽ തരുന്നുണ്ട്. പ്രൊവൈഡ് ഷെൽട്ടർ, ഒരുപാട് പേർക്ക് ഷെൽട്ടർ. അവിടെ ഇപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ തന്നെ എന്താ, ഒരു പക്ഷിക്കുഞ്ഞൊക്കെ ജീവിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്, ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ സോയിൽ എറോഷൻ ഒക്കെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് 4B ക്വസ്റ്റ്യൻ നോക്കാം. ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. Friends are busy with coloring flowers. Help them to color it suitably. അപ്പോൾ ഇതെന്താ കറക്റ്റ് ആയിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാമിന് പോകുമ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ക്രയോൺ ഒക്കെ കൊണ്ടുപോവുക. ഹൗ ഡു ഫ്ലവേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ? റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലവർ മറ്റൊരു ഫ്ലവറിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത്? ആസ് സിംഗിൾ ആൻഡ് എ ബഞ്ച്. അപ്പോൾ ചിലത് സിംഗിൾ ആയിരിക്കും, ചിലത് കുറേ ബഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ കളർ, ഇതിൻ്റെ കളറാണോ? ഇതിന് അല്ല, കളർ വ്യത്യാസമുണ്ട്. പിന്നെ എന്താ, സൈസ് ആൻഡ് ഷേപ്പ്. ഇതിന്റെയും എന്താ സൈസും ഷേപ്പും വ്യത്യാസമുണ്ട്. സെന്റ്, മണം, സ്മെല്ല് വ്യത്യാസമുണ്ട്. ദെൻ നമ്പർ ഓഫ് പെറ്റൽസ്. അപ്പോൾ ഇതൊക്കെയാണ് വേർതിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ്. അപ്പോൾ ബി മാത്രം എഴുതിയാൽ പോരാ, സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതണം. The first and the third are flowering plants. ഫസ്റ്റും തേർഡും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അല്ല, അത് തെറ്റാണ്. Then the second and the third are the non-flowering plants. സെക്കൻഡും തേർഡുമാണ് non-flowering plants. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ദെൻ സി, ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ആർ ദ നോൺ. അപ്പോൾ ഒരെണ്ണം കറക്റ്റ് ആണെന്ന് കിട്ടി, പിന്നെ നമ്മൾ നോക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ബി എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ്മെന്റും കൂടെ ഇവിടേക്ക് എടുത്തെഴുതണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ബോഡി ഫീച്ചേഴ്സ്. ആക്ടിവിറ്റി 5, ബോഡി ഫീച്ചേഴ്സ്. The body parts of some organisms are shown in the picture. അപ്പോൾ എന്താ, ചില ഓർഗാനിസത്തിന്റെ ബോഡി പാർട്സ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഓർഗാനിസംസ് ആൻഡ് റൈറ്റ് ഇറ്റ് നെയിം. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പേര് എഴുതുക. ഇതെന്താണ്, വുഡ് പെക്കർ ആണ്, പീകോക്ക് ആണ്, ഡക്ക് ആണ്, സീബ്രയാണ്. കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. then അടുത്തത് നോക്കൂ, മാച്ച് ദം. സീ ഹോഴ്സ്, സീ ക്യൂക്കംബർ, സീ ഹെഡ്ജ് ഹോഗ്, ബ്ലൂ വെയിൽ. ഇതെന്താ, ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ എർത്ത്. ഇതാണ് ബിഗ്ഗസ്റ്റ് ആനിമൽ, ബ്ലൂ വെയിൽ ആണ്. അപ്പൊ നമ്മൾ മാച്ച് ചെയ്തു. എ ബോൾ ഷേപ്ഡ് സീ ആനിമൽ വിത്ത് തോണി സ്പൈൻസ് ഓൾ ഓവർ ദ ബോഡി. അതാണ് എന്ത്, സീ ഹെഡ്ജ് ഹോഗ്. ഓക്കെ, ഇനി ക്യൂക്കംബർ ഷേപ്ഡ് സീ ആനിമൽ. ക്യൂക്കംബർ ഷേപ്ഡ്, അപ്പൊ സീ ക്യൂക്കംബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് ഇവിടെ വരിക. ഇനി ഹെഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഹോഴ്സ്. ഹോഴ്സിനെ പോലെയുള്ള ഹെഡ്. അപ്പൊ ഇതും പേരിൽ നിന്ന് മനസ്സിലാവും, sea horse. Okay, number C question and our last question, find the odd one based on their movement. മൂവ്മെന്റുമായി ബേസ് ചെയ്തിട്ട് odd one ഏതായിരിക്കും? cow, cat, frog, tiger. ഏതായിരിക്കും? frog ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.